ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് 63-കാരിയുടെ പണവും മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിൽ പ്രതിയെ കോഴിക്കോട് എത്തിച്ചു. കാസർഗോഡ് നിന്നാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ മുഹമ്മദ് സൈഫിനെ റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. മംഗലാപുരത്തേക്കുള്ള യാത്രക്കിടയിൽ കാസർഗോഡ് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസിന്റെ പ്രത്യേക സംഘം RPFന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്വദേശിയായ 64-കാരിയുടെ നഷ്ടമായ പണവും ആധാർ ബാങ്ക് കാർഡുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. കോഴിക്കോട് റെയിൽവേ സബ് ഇൻസ്പെക്ടർ സുഭാഷ് ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ കോഴിക്കോട് എത്തിച്ചത്. വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്ന സ്ഥിരം മോഷ്ടാവും കുറ്റവാളിയുമാണ് പിടിയിലായ മുഹമ്മദ് സൈഫ്. മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി ട്രെയിനുകളിൽ മാത്രമുള്ള 20-ലധികം മോഷണക്കേസിൽ പ്രതിയാണ് ഇയാൾ. ആയുധം കൈവശം വെച്ചതിനും മയക്കുമരുന്ന് കച്ചവടം, വഞ്ചന തുടങ്ങി 30 കേസുകളിലും പ്രതിയാണ് മുഹമ്മദ് സൈഫ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ സമ്പർക്കക്രാന്തി എക്സ്പ്രസിൽ വെച്ചായിരുന്നു കവർച്ച. ട്രെയിൻ നീങ്ങിയുടൻ തൃശൂർ സ്വദേശി അമ്മിണിയുടെ ബാഗ് തട്ടിയെടുത്ത് 8500 രൂപയും മൊബൈൽ ഫോണും കവർന്നു. 64-കാരിയെ പുറത്തേക്ക് തള്ളിയിട്ടാണ് പ്രതി രക്ഷപ്പെട്ടത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.